എന്റെ കുഞ്ഞെയൊന്ന് അരികിൽ വന്നിരിക്കൂ. നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങളൊന്ന് ഇറക്കി വെച്ച് ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്കായി ഞാൻ ഒരു രഹസ്യം കരുതി വച്ചിരിക്കുന്നു. ഒരു വലിയ പാഠം പറയുന്ന ഒരു കഥ. ഒരു കല്യാണത്തിനായി 10 കന്യകമാർ മണവാളനെ കാത്തുനിന്നു. അവരുടെ കയ്യിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. പക്ഷേ മറ്റുള്ള 5 പേർ അല്പം ബുദ്ധിഹീനരായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്കിനൊപ്പം എണ്ണയും കരുതി. പക്ഷേ മറ്റുള്ളവർ അത് കരുതിയില്ല. മണവാളൻ വരാൻ വൈകി. കാത്തുനിന്നവരെല്ലാം ഉറങ്ങിപ്പോയി. പെട്ടെന്ന് പാതിരാത്രിയിൽ ഒരു ശബ്ദം മുഴങ്ങി. ഇതാ മണവാളൻ വരുന്നു. അവരെല്ലാം വേഗം ഉണർന്നു. വിളക്കുകൾ തെളിക്കാൻ നോക്കി. എണ്ണയില്ലാത്തവരുടെ വിളക്കുകൾ അണയാൻ തുടങ്ങി. അവർ പരിഭ്രമിച്ചു. പക്ഷേ ആ എണ്ണ പങ്കിടാൻ കഴിയില്ലായിരുന്നു. അവർ എണ്ണ വാങ്ങാൻ പോയി. അവർ പോയ സമയത്ത് മണവാളൻ എത്തി. ഒരുങ്ങിയിരുന്നവർ അവനോടൊപ്പം അകത്ത് കയറി. വാതിൽ അടയ്ക്കപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് മറ്റുള്ളവരെത്തി. കർത്താവേ, വാതിൽ തുറക്കണമേ. പക്ഷേ മറുപടി വന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിന്റെ വിളക്കിലെ വെളിച്ചം നിന്റെ വിശ്വാസമാണ്. നിന്റെ പ്രാർത്ഥനകളും നിന്റെ സ്നേഹവും ആ എണ്ണയാണ്. നീ എന്നോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ്. ലോകത്തിന്റെ തിരക്കുകളിൽ ആ എണ്ണ തീർന്നു പോകാൻ അനുവദിക്കരുത്. ചിലപ്പോൾ നീ തളരാ. കാത്തിരിപ്പ് നീണ്ടതായി തോന്നും. പക്ഷേ നിന്റെ വിളക്കി അണയാൻ അനുവദിക്കരുത്. നിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കേൾക്കുന്നു. നിന്റെ ഓരോ കണ്ണുനീരും എനിക്കറിയാം. നീ വീണ്ടും എഴുന്നേറ്റ് നിന്റെ വിളക്ക് തെളിയിക്കണം. വിശ്വാസത്തിന്റെ വെളിച്ചം ഇരുട്ടിനെ ജയിക്കും. ഒരുങ്ങിയവർക്കായി വിരുന്ന് കാത്തിരിക്കുന്നു. ആ വാതിൽ നിനക്കായി തുറക്കപ്പെടും. നീ ജാഗ്രതയോടെ തയ്യാറായിരിക്കണം. നിന്റെ ഹൃദയം സ്നേഹത്തോടെ നിറക്കുക. എന്നോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ നിന്റെ വിളക്കൊരിക്കൽ അണയില്ല. ഞാൻ വരുമ്പോൾ നിനക്ക് സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കാൻ കഴിയും. എന്റെ കുഞ്ഞേ, നിന്റെ വിളക്ക് തെളിഞ്ഞു തന്നെ ഇരിക്കട്ടെ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ആമേൻ എന്ന കമന്റ് ചെയ്യൂ. ഈ അനുഗ്രഹകരമായ വചനം മറ്റുള്ളവർക്കും പങ്കിടൂ. ഹലോ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്, ഫോളോ ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.